ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റോപ്പ് ഹീറോ ആയിട്ടാണ്. ഏകദേശം എപ്പിസോഡ് 7 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. വീഡിയോക്ക് എടുക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. സോ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഈ പോലീസുകാർ എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ടോമാഞ്ചേരി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവരുടെ ഒപ്പം നടക്കാം. നമുക്ക് സാധാരണ പോലെ ആൾക്കാരെ പോലെ റെഡ് മോഡിഫൈ മുടി അതല്ല, ഞാൻ ഒരു യുണീക്കായിട്ടൊരു പേഴ്സണാണ്. അതാണ് അല്ല സാറിന്റെ സിഗരറ്റ് വയ്ക്കുന്നു. അതൊന്നുമില്ല. ശരി, അത് പോലീസ് പോയാ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ കുറച്ചേരം. അത് ഞാൻ അപ്പുറത്ത് വെറുതെ ഒന്ന് ഇതാക്കി, വെറുതെ പ്രാക്ടീസ് ചെയ്താണ്. അപ്പോൾ ഇവണ്ട് ഒരാളും അടിക്കാനില്ല എന്നിട്ട് പോലീസിനടിക്കുകയാണ്. ബൈ ദ ബൈ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ തോക്ക് കാണാൻ പറ്റിയിട്ടോ. പക്ഷെ അതൊക്കെ പോയതൊക്കെ പോട്ടെ. ഇടാ തർക്കുത്തരം വേണ്ടിട്ട് പോലെടാ, നിന്നെ ഞാൻ പിന്നെ പിടിക്കാം. ആഹാ അത്രയ്ക്കാ നീ ഇങ്ങോട്ട് വേടാ, അത്രേ ഉള്ളൂ. എടാ 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 മണ്ട, എടാ പൊട്ടാ, എൻ്റെ അടുത്ത് ആരടാ പറഞ്ഞത് ചോദിക്കാത്ത ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ആ കലി അങ്ങോട്ട് തീർന്നു കിട്ടി. ഈ പോലീസാണെങ്കിൽ എപ്പോഴും പേടിയായിരിക്കുള്ളൂ. ആരെങ്കിലും ഇതാണല്ലേ എന്നെ ഇടിക്കാൻ വരുന്നത്. എന്തായാലും അവൻ ഇടിക്കാൻ വരുന്നല്ലേ. അവൻ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കുന്നവൻ. എന്തായാലും എന്നെ അടിക്കാൻ വന്നവനല്ലേ, അവൻ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടാ വണ്ടി തരടാ, വണ്ടി താടാ. അവിടെ പോലീസിൻ്റെ വെടി വയ്ക്കൂടാ, പ്ലീസടാ. എന്നെ അയ്യോ, എനിക്ക് റോപ്പാടാ, ഞാൻ റോപ്പ് ഹീറോടാ. നീ ആരാ ഉറക്കം തൂങ്ങി? ഞാൻ നേരത്തെ അടിച്ചല്ലേടാ. നമുക്ക് ഒരു തവള ചെത്തിട്ട് മരുന്ന് നടക്കണ പോലെയുണ്ട്. എല്ലാവരും പൊട്ടന്മാർ. ജസ്റ്റ് മിസ് പോയി അതിൽ പൊട്ടന്മാരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി. എല്ലാവരും എന്നെ ഒന്ന് തല്ലാൻ നോക്കുക. ഇത് എവിടുത്തെ ഇതാണ്? അവരൊക്കെ എന്നെ വെറുതെ ഒന്ന് തല്ലണമെന്ന് ഒരു കുഴപ്പമില്ല. ഞാൻ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തല്ലിയ അപ്പം വരും പോലീസ് വണ്ടിയും പിടിച്ച്. അവൻ്റെ കാല് പോയി, അവൻ അവിടെ തന്നെ കിടക്കട്ടെ. അല്ല പിന്നെ എനിക്ക് ഇങ്ങനത്തെ ബൈക്കിൽ പോണവർ, ഇങ്ങനത്തെ ബൈക്കിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നിട്ട് നമുക്ക് നേരെ അയ്യോ അതാ അവനെയും തട്ടി നമ്മൾ നേരെ വിടാം. പോലീസൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ ഇടിച്ചു വയ്ക്കുന്നുണ്ട്. അതായത് 4 പേരും പോലീസാണ്. നമ്മുടെ സ്പീഡ് കൂടി നമ്മുടെ ക്യാമറ ബാക്കിലേക്ക് പോകുമ്പോഴല്ലേ ഒരു ശബ്ദമില്ല, അതല്ലേ അടുത്തേക്ക് വരുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത്. അടിപൊളി സാധനം. ഇത് വല്ല പൊട്ടണമെന്നാണെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ പോകുമായിരുന്നു. ഇപ്പോഴല്ല, ഇപ്പോഴും ഇത് കൂടെ പോടും. ചെയ്യുമാരാണെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരി സംഭവം ഉണ്ട്. പൊട്ടന്മാരുടെ ആണ് കാണിക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ വിടുകയാണ്. ഓക്കെ, എൻ്റെ പോലെ ഇരട്ട. അയ്യോ നേരെയൊക്കെ കൊണ്ട്, പക്ഷെ കറക്റ്റ് ഡ്രിഫ്റ്റ് അടിച്ചു കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അവിടെ ഫ്രീ ആയിട്ട് കാശ് എടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് പോലീസുകാരൊക്കെ ഇതിക്ക് വീണ ചാവുണ്ട് കേട്ടോ. അയ്യോ എന്നെ ഇടിക്കണ, വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇടിക്കണം കേട്ടോ, ഇടിക്കാൻ മറക്കരുത്. എന്നിട്ട് നമുക്ക് നീന്താം. നമ്മുടെ ഇതെന്താ വെള്ള കളർ ബാക്കിലേക്ക്, അതാ പോലീസ് ചേർത്ത് അവിടെ നിന്നിട്ട്. ഇതാ മാപ്പിൽ നോക്കിയതാ വേറൊന്ന് വരുന്നുണ്ട് കേട്ടോ. അവിടെ അതാ മനുഷ്യനാ. ഇതാ താഴേക്ക് നോക്കിയാൽ മതി. ഇതാ ചത്ത് എല്ലാവരും ചാവുണ്ട്. ഇതൊക്കെ കേട്ടോ. ഇനി എവിടെ നിന്നെങ്കിലും ഇനി വരുന്നുണ്ടെങ്കിൽ അത് ചാവുകയേ ചെയ്യുള്ളൂ. അയ്യോ അത് ബാക്കിൽ ഓടിക്കോ എവിടേക്കേലും പോകാൻ നോക്കാൻ നല്ലത്. ഇവരുടെ അടുത്ത് നിന്നാലും ഒരു ശരിയാവില്ല. ഒരു തരത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയും പോലീസ്, എവിടെ നോക്കിയാലും ഈ പോലീസാണല്ലോ. വല്ലാത്തപ്പോൾ പോലീസിൻ്റെ അടുത്ത് അല്ല, പോലീസിനെ വല്ല അടിക്കാൻ നോക്കിയാൽ ഒന്നുമില്ല. ഓടിക്കോ. അയ്യോ അവന്മാരെ പിടിക്കും. ഓടിക്കോ. അയ്യോ
അത് മറ്റേ മിലിറ്ററിക്കാരുടെ മറ്റേ സ്ഥലമല്ലേ? അതൊക്കെ അയ്യോ അയ്യോ എൻ്റെ ദൈവമേ, ഈ നിലത്തടിക്കണ കുന്തമുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചത്ത് പോയേനെ. ഓക്കെ, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങോട്ടൊക്കെ പോയത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. നമുക്ക് ഈ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവാട്ടോ, ഇതുവഴി കയറാം, അത് നല്ലത്. ഇവിടെ ഞാൻ പണ്ട് കളിച്ചിട്ടുള്ള സംഭവം. ഇതിലിവിടെ മൊത്തം കുറച്ച് കാറൊക്കെ ഉണ്ടാവും, കുറച്ചധികം കാറൊക്കെ ഉണ്ടാവും ഇവിടെ. സംഭവം അടിപൊളി സ്ഥലം. അതാണ്ട് ഇരിക്കുന്നൊരു കാർ. അയ്യോ, നമുക്ക് ഇങ്ങോട്ട് പോവാം, നല്ല ദൂരേക്ക് പോവാം. ഇവിടെ എന്താ ഒരു മറ്റേ ശബ്ദം കേൾക്കാണ്ട് കേട്ടോ, എന്തോ മറ്റേ ശബ്ദം കേൾക്കാണ്ട്. അതാ മുകളിലിരിക്കണം, അങ്ങോട്ട് നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അത് വെറൈറ്റി എടുത്ത് ചെയ്യാം. പിന്നെ ടി വി പോലെയുണ്ട് ശരിക്കും പറഞ്ഞു, ബാക്കിൽ നിന്ന് ടി വിനെ നോക്കണ പോലെ. നമുക്ക് പാരഷൂട്ട് ഗൺ എടുത്ത് വെടിവെച്ച് നോക്കാം. അതാ പറക്കണം ഇതിലെ നോക്കിനി ഇത്. അയ്യോ, വെടിവെച്ച് നോക്കാം. അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ പൊട്ടിയല്ലോ. നമുക്ക് പാരഷൂട്ട് പൊട്ടി. അയ്യോ, ഇനി ഞാനെങ്ങനെ ഇതൊക്കെ കയറും? വഴിയുണ്ടല്ലോ, അങ്ങോട്ട് റോപ്പ് പിടിച്ച് കയറുമ്പോൾ കിട്ടണില്ല. എനിക്ക് കിട്ടണില്ല, ചാടാനും പറ്റണില്ല. ഇനി ഏതെങ്കിലും മറ്റേ ട്രാഷോ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എന്നാലും എനിക്ക് ഇതിൽ കയറി ചാടി എടുക്കാൻ പറ്റുള്ളൂ. റോപ്പ് വെച്ച് തന്നെ അതൊക്കെ വലിച്ചെടുക്കണം. പക്ഷേ ഈ നിലയ്ക്കൊക്കെ ഒന്നും വരാൻ പറ്റില്ല. എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ എന്തായാലും പോവുക, അത് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും ബുള്ളറ്റും കാശൊന്നും അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്കിതിക്ക് വെടിവെച്ച് നോക്കാം, ഇന്ന് ബൗൺസ് ആവുമോ നോക്കാം. അവിടുത്തെ പ്രാവുകളൊക്കെ പറക്കാൻ ഇരിക്കണ പോലെ അതിൽ. എനിക്ക് ഗെയിമത്തെ പ്രാവിനെ ഒട്ടും ഇഷ്ടമല്ല, പ്രാവുകളൊക്കെ. കാരണം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് പറന്നു പോകും, അല്ലാത്തപ്പോൾ അത് വെറുതെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ സ്റ്റാച്ചുവിൻ്റെ പോലെ. വേറൊരു പണിയും ചെയ്യില്ല. നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എടാ, അതെന്താ സംഭവം? പെര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പോലെ ഉണ്ടല്ലോ. ഇതെന്താ ഒരുമാതിരി ചത്താലും ബൗൺസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ സാധനം. അതാ ഇനി എൻ്റെ അടുത്തേക്ക് വേഗം വരാനാണ് ആ റോപ്പ് ഞാൻ വിട്ട്. ഇതെന്താ ഒരുമാതിരി അതന്നെ, ചാടിക്കോ. അതിൻ്റെ മുകളിലേക്കല്ല നമ്മൾ വരിക. വന്നു. ഇനി ഇതുപോലെ കുറച്ച് നേരം ചാടുന്നു ഞാൻ. ഹായ്, ആ കല്ലെന്താ കറുത്ത നേരത്തിലിരിക്കണേ? ഹായ്, നമുക്ക് താഴെ പോയി ഇങ്ങനെ ടേന്നടിച്ച് വല്ല ആൾക്കാരെയും ബോധം കെടുത്തിയാലോ? വേണ്ട. ഓഫ്, അടിപൊളി. ഇത്ര പെട്ടെന്ന് രാത്രിയായ. അയ്യോ, ചാടി പോവാ. ഓഫ്, ഇതേത് പോസാ? ഹായ്, അല്ല, നമുക്കിങ്ങനെ ലോകം ചുറ്റി നമുക്കിങ്ങനെ അടിപൊളിയായിട്ട്. ഹായ്, നല്ല രസമുണ്ട്. ഹായ്, കുറേ നേരം ഇതുവരെ ചാടാം. ഞാനിപ്പോൾ ചെയ്തത് ഒരു ആളിനെ എങ്കിലും ഒരു മറ്റേ നിലത്തടിക്കണതിൽ എന്നിട്ട് അതടിച്ച് കൊല്ലാമെന്നാണ്. പക്ഷേ ഇതെന്താ ഒരുമാതിരി. അതന്നെ ഇതേ മൂട് വരണം അതെ അവിടെ തന്നെ. ഇതെന്താ ഇത് ഒരുമാതിരി? ഇവനാണെങ്കിൽ ഒരു ശക്തി എന്ന് പറഞ്ഞ സാധനമില്ല, എപ്പോഴും ഇങ്ങനെ തളർന്നിട്ടാ എല്ലാവരും. വല്ലാത്തത് തന്നെ. ചന്ദ്രനൊക്കെ എത്ര വലുതാ. നമുക്കിങ്ങനെ നടന്ന് നമുക്കൊന്ന് മതിയാക്കിയാലോ? അയ്യോ, സ്ഥലം മാറിപ്പോയതാണ്, മതിയാക്കിയതല്ല. വിചാരിച്ചു മതിയാക്കാൻ. നമുക്ക് ഓടിപ്പോയിട്ട് ഇവനെ അടിക്കാം, ചാവ് നോക്കാം. ഇവനെന്താ ചാവാത്തത്? മസിലില്ലാത്തതുകൊണ്ടാണോ? ദേഷ്യം. അത് ശരി. അതിൻ്റെ ഇടയ്ക്ക് കിക്ക് 3 ഒബ്ജക്ട്സ്, ഇറ്റ് റിമെയിൻസ് 2 ടാർഗറ്റ്സ്. ഇത് എന്തൊരു കഷ്ടമാണ്. കുഴപ്പമില്ല, കാശകളിൽ നിന്ന് കിട്ടുമല്ലോ, വെറുതെ ഇരിക്കണ്ടല്ലോ. ഇത്ര പൈസ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ബെഞ്ചൊക്കെ തട്ടിയിട്ടിട്ട് നമുക്ക് കുറച്ചിങ്ങനെ വെടിവെക്കുക. ഹായ്, ബെഞ്ചൊന്നും എന്താ പോവാതെ? ബെഞ്ച് ഫുൾ റീലോഡഡ്. വെടിവെക്ക്. ഇതിനൊന്നും പറ്റണില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. ഹായ്,
ഫ്രീ ആയിട്ട് ബുള്ളറ്റ് ഒക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നണേ. നമുക്ക് വെറുതെ അങ്ങനെ ഒരു വെടി അല്ലേ, ഒരു വെടി ഒഴിച്ചു തന്നെ. ഇനി മറ്റവന് ഇവന് ഒരു വെടിയൊക്കെ ഉള്ളേ, അത്രേ ഉള്ളൂ. ആ വെള്ളം ഇവന് പ്രാന്തായി. അതോ അത് ശരി, അവനും പ്രാന്തായ. ശരി, ഇപ്പം ഞാൻ ആരായി? നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പിടിച്ച് കയറാം. ഓക്കെ, എന്നാലും മറ്റവൻ എന്താ ഞാൻ ഓടിപ്പോയി ഇങ്ങനെ ഇതാക്കിയപ്പോഴും അവൻ ചാവാത്ത. അയ്യോ, പോലീസുകാരൻ്റെ അടുത്താ. ഹലോ പോലീസുകാരാ. എപ്പോഴും എല്ലാവർക്കും കോളിങ്ങാണ് ഈ മൊബൈൽ വന്നതോടെ. ഓ ബുള്ളറ്റിന് കാശല്ല, കാശാണെങ്കിലും ബുള്ളറ്റാണെങ്കിലും ഒന്ന് തന്നെ എനിക്ക്. നല്ല അയ്യോ പോലീസ് വന്ന്. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടല്ലേ വെടി വെച്ചത്, തന്നെ ഒന്നും നോക്കിയിട്ട് വെടി വെച്ചല്ലോ. കിടക്കട അതാ എന്നെ അങ്ങനെ അത്രയ്ക്കായോ? ചത്തില്ലേ പൊത്തിയിരുന്നോ താൻ? നീ ആരാടാന്ന് എൻ്റെ വിചാരം? മാഞ്ഞോയാ നീ? മാന്ത്രികനാടോ? അയ്യോ, ഇവനാടാ മറ്റേ പോലീസിൻ്റെ ഒപ്പം നടക്കുന്ന. എനിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടോ? അവന് മിസ്സായി, ആ ബുള്ളറ്റ് മിസ്സായി. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ഈ വണ്ടി കണ്ട് ഇങ്ങനെ ചെരിഞ്ഞെടുക്കണേ. വേറെ വണ്ടികളെവിടെ? ഇതെന്താ പൂപ്പിലിടിച്ചു വന്നില്ലേ? അതിനെന്തായാലും നമുക്ക് ഇതാക്കാം. അതും പറക്കട്ടെ. ബൈ അത് പഴയ വണ്ടി ആയതുകൊണ്ട് ഇത് ചളിയാണ് ഇരിക്കണത്. നമുക്കെന്തായാലും ഇതിൽ കയറാം. വന്നാ തന്നെ ഞാൻ കാത്തിരിക്കാണല്ലോ പോലീസേ. തന്നെ ഞാൻ കാണിച്ചു തരാം. പേരെന്ന് പറഞ്ഞോ, തന്നെ ഞാൻ തരികയായിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഇങ്ങോട്ട് വാടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അങ്ങനെ അത്രയ്ക്കായോ നീ? നിന്നെ ഞാൻ ഹൈഡ്രജൻ ബലൂൺ പോലെ പുറത്തുവിടാ. അത്രയ്ക്കായോ അവൻ അത്രയ്ക്കായി അല്ല? ഇങ്ങോട്ട് വാടാ അല്ലേ? എടാ മോനെ നോക്കിക്കേ. നോക്കാൻ കണ്ണില്ല. കണ്ണില്ലാന്നവന്. കണ്ണില്ലടാ കണ്ണ്. നീ തർക്കത്തിനും പറയണോ നീ? കണ്ണ് അവിടെ കിടക്കട്ടെ. അവൻ ജസ്റ്റ് ഒന്ന് നാട്ടിലോട്ട് ചെന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇവനെങ്ങനെ കിടക്കട്ടെ. നമുക്ക് ഇവനെ കൊണ്ട് എങ്ങോട്ടേലും പോവാം. എടാ മോനെ ട്രിപ്പ് അടിക്കണ്ടേ മോനെ? എടാ മോനെ ട്രിപ്പ് അടിക്കാൻ വാടാ. എൻ്റെ അതാ പോയാ. പോവണ്ടായിരുന്നു, കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. എന്തായാലും പോലീസുകാരൻ ചത്തു എന്നുള്ളത് ഉറപ്പ് തന്നെ. ഇവന് വട്ട് പിടിച്ച്. അയ്യോ എടാ, വേഗത്തിൽ പോകാൻ പാടില്ല. എങ്ങോട്ട് പോവാ? അയ്യോ, ഇവന്മാരെയൊക്കെ ഇവർ വെടി പൊട്ടിയവരെ ഇവന്മാർ കല്ല് ഇളകും. അത് ഇളകിയ പോലെ. ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ഹെൽത്ത് പോവുകയും ചെയ്തു, നമ്മൾ ചാവുകയും ചെയ്തു നമ്മൾ. എന്തായിരുന്നു? നമുക്ക് ഇവിടെ ഉള്ള വണ്ടി ഉണ്ടോ നോക്കാം. ഇവിടെ മൊത്തം പോലീസ് വണ്ടി മാത്രമേ ഉള്ളൂ. അതാ ഹലോ എടാ ഞാൻ ഹലോ എന്നല്ലടാ ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും നിനക്ക് അങ്ങോട്ട് ജാട കയറിയേ. അത്രേ ഉള്ളൂ. തല കറങ്ങിയിട്ട് തലയിൽ കൂടെ സ്റ്റാർ പോയിട്ട് ഒരു കാര്യമില്ല. അല്ല പിന്നെ ചാവണമെങ്കിൽ ചാവട്ടെ. അല്ല പിന്നെ അല്ല നമ്മളെങ്ങനെ ചെയ്യണേ? പോളോ, ഈ പോലീസുകാരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇടിക്കാൻ വരും അല്ലേ? അവിടെ എവിടെയൊക്കെ പോയി ഇടിച്ച് നാശമായി. അതാ വരുന്നു. ഓടാ. അശ്ശു, എന്നെ കൊല്ലറാക്കി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കഴിയാറായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോഴേക്കും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.